ഹായ് ഫ്രണ്ട്സ്, ഇത്രയും ദിവസം ഞാൻ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. അതായത് ഈ SFIയുടെ നിലപാട് ഈ നിലക്കാണ് പോണതെങ്കിൽ ഇത് പ്രശ്നമാവും. ഇത് പ്രശ്നമാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SFI മാത്രമൊന്നുമല്ല നട്ടലുള്ള സ്റ്റുഡൻസ് സംഘടന. ഇവിടെ ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പല കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ പിള്ളേർ ഇവിടെ ഉണ്ട്. ഇതിനേക്കാൾ ഉച്ചത്തിൽ നന്നായി സദാചാരം പുലമ്പാനും പിന്നെ നന്നായി മുഷ്ടി ചുരുട്ടി മോന്തൊക്കെ അടിക്കാനും കയ്യും കാലും വെട്ടാനും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞങ്ങൾക്ക് സാമൂഹികമായ ബോധവും പിന്നെ ഒരു മാനുഷിക പരിഗണനയൊക്കെ ഉള്ളത് കൊണ്ട് വെറുതെ എല്ലാവരെങ്കിലും കാര്യം ഉണ്ടായാലും ഒരാളെ ഉപദ്രവിക്കാനുള്ള മനസ്സില്ല. പക്ഷെ സഹി കെട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോയി ചെയ്യാനറിയാം. ഇത് നിങ്ങൾ SFIയുടെ കീടങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സമ്മേളനം നടന്ന ആക്കിലപ്പറമ്പ് എന്ന സ്ഥലം അറിയൂ? ആക്കിലപ്പറമ്പ് എന്ന സ്ഥലം എൻ്റെ വല്യപ്പാൻ്റെ തറവാടാണ്. അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. ഇനി ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി ഈ കേരള സമൂഹത്തിൻ്റെ എൻ്റെ പെങ്ങന്മാർക്ക് നേരെ SFI എന്ന സംഘടന കൊരച്ച ഈ കാണുന്ന ഞാനും പിന്നെ എൻ്റെ പിന്നിലാരാന്ന് നിങ്ങളറിയാം. ഞാനൊരു സഖാവാണ്. ഞാൻ മുഖത്ത് നോക്കി പറയാം. ഇനി ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു കലാലയോ കേരളത്തിന് സാക്ഷ്യം വഹിച്ച SFI എന്ന സ്റ്റുഡൻസ് സംഘടന അതോടെ തീർന്ന്. നിയമത്തിന്റെ വഴിക്കെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. നിയമത്തിന്റെ വഴിക്ക് SFI തീർന്നിരിക്കും. അത് തീർക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ SDPIയും പോപ്പുലർ ഫ്രണ്ടിനെയും മുസ്ലിം ലീഗിനെയും ഇവരെ എല്ലാവരെയും നിയമത്തിന്റെ വഴിക്ക് എങ്ങനെ കൊണ്ടുവരുന്നു അതും നിങ്ങൾക്ക് ബാധകമാക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു സഖാവാണ്. എൻ്റെ ഉള്ളിൽ ദണ്ണം വെച്ചിട്ട് ഞാൻ പറയണത്. നിങ്ങളെ ശത്രുവല്ല. നിങ്ങൾ ഈ ചെയ്യണത് ഏറ്റവും തികച്ചും ഒരു തന്തയില്ലായ്മത്തരാണ് നിങ്ങൾ ഈ ചെയ്യണത്. ഇത്രയും നേരം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളാണ്. ഇത്രയും നേരം ഇന്ന് എനിക്ക് വന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും ദിവസം ഇവിടെ നടക്കുന്നതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഗവൺമെൻറ് ഓഫീസിൽ. അതിന് ഞാൻ ഇന്ന് രാജിവെക്കുകയാണ്. എന്താണെന്ന് പറയുക, വേറെ ഒന്നുമല്ല. ഇന്നല്ലെങ്കിൽ ഈ ആഴ്ച ഞാൻ രാജിവെക്കുകയാണ്. എനിക്ക് ഇതിലത്തെ ഗവൺമെൻറ് ജോലി വേണ്ട. കാരണം നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഐ ജസ്റ്റ് ടുക്ക് ഫക്ക് ഓഫ്. ഇനി വേണ്ട. നിങ്ങൾ ഈ കഴിഞ്ഞ മുന്നണി UDF മുന്നണി ഇത്രയും ദുർഭരണം നടത്തിയപ്പോൾ ജനങ്ങൾ പൊറുതി മുട്ടിയിട്ടാണ് നിങ്ങൾക്ക് വോട്ട് കിട്ടി. അല്ല നിങ്ങളെന്താക്കിയിട്ടാന്ന് വിചാരിച്ചാ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കണത്താളാ ഞാനാടാ. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ മോൻ നോക്ക്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണേ ചെയ്യടാ. ഞാൻ പെരുമ്പിലാവിലുണ്ട്. നിങ്ങൾക്ക് കൂടെ സഖാക്കളില്ലേ? വിളിച്ച് പറയടാ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങളെന്ത് തന്തയില്ലായ്മ ചെയ്യണ്? ക്യാമ്പസൊക്കെ നിങ്ങൾ തറവാട് പോകെ ആർക്കെങ്കിലും ഉണ്ട് ചെയ്യടാ. ഇനി മേലാൽ ഏതെങ്കിലും ഒരു പെണ്ണിന് നേരെ മാത്രമല്ല ആണിന് നേരെ നിങ്ങളെ ഈ ഇമ്മോറൽ ട്രാഫിക്കിങ് നടന്നു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിക്ക് പോകാൻ ഞാൻ കാരണം. നിയമത്തിന്റെ വഴിക്ക് മാത്രമല്ല, കയ്യൂക്കിന്റെ ബലത്തിൽ പോകാനോ പറയാം. നമുക്ക് ഇനി നോക്കാം. ഇനി ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കും നിങ്ങൾ. ഇനി ഒരു യൂണിവേഴ്സിറ്റിയിലെങ്കിലും ഇനി എന്തെങ്കിലും ഉണ്ടാക്കുക. എന്താ റെവല്യൂഷൻ, എന്താണ് വിപ്ലവം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രയും കാലം ഞാൻ ഉണ്ടായിരുന്നു. ഇത്രയും കാലം എന്നെ നിങ്ങളെ നേതാക്കളോട് പോയി ചോദിക്കടാ ഞാനാരാന്ന്. ആക്കിലപ്പറമ്പ് എന്താന്ന് ചോദിക്കടാ. ആക്കിലപ്പറമ്പൻ ആരാന്ന് ചോദിക്കടാ. നിങ്ങളെന്ത് കമ്മ്യൂണിസ്റ്റ് എടാ മറ്റേ പാളയം ഹോസ്റ്റലിൽ കയറി ചെല്ലടാ. കണ്ട എന്താ പറയാ ചറമന്റെ മക്കളെ എന്ന് പറഞ്ഞ് മറ്റേ ഈ പാവപ്പെട്ട മക്കളെ അവിടെ കൊണ്ടുപോയിരുത്തിയിട്ട് കള്ളും കഞ്ചാവും കൊടുത്തിട്ട് അവരെ ഗുണ്ടായുസം കളിപ്പിച്ചിട്ടല്ലടാ നിങ്ങൾ ഈ കോളേജുകളൊക്കെ ഭരിക്കുന്നത്. ഞാൻ പറയണ ചരിത്രം, നിങ്ങളുടെ ചരിത്രം, SFIയുടെ ചരിത്രം ഞാൻ പറയാം. ഞാനൊരു SFIയിലും പ്രവർത്തിച്ചിട്ടല്ല കമ്മ്യൂണിസ്റ്റ് ചേരാൻ. ജനിച്ചന്ന് മുതലേ ഞാൻ കമ്മ്യൂണിസ്റ്റ് ചേർന്നിരുന്നു. ഇനി ഒരു തവണ കൂടി ഇത് കേരളത്തിൽ ആവർത്തിച്ചാ നിങ്ങൾ തീർന്നടാ. SFI തീർന്നു. ഇത് നെസിയ പറയണു. നിങ്ങൾ ചോദിക്കടാ. നിങ്ങളുടെ കുട്ടി സഖാക്കളെ നേതാക്കന്മാരോട് ചോദിക്കടാ. എന്നെ അറിയുന്ന കുറച്ച് പേരുണ്ട്. ചോദിക്കടാ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യും. ഞാനും അതിനെ കാത്തിരിക്കണം. നിങ്ങൾ ഇങ്ങോട്ട് വാ. ഞാനെണ്ണ വരൂല. നിങ്ങൾ ഇങ്ങോട്ട് വാ. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ വിളിക്കടാ. ആരെങ്കിലും വിളിക്കടാ. ഇനി ഇതൊരു പ്രാവശ്യം കൂടി ഉണ്ടായ അപ്പം നമുക്ക് കാണാം. ഇത് ഞാനാ പറയുന്നത് കേട്ടാ. നിങ്ങൾ ഇനി ഈ കേരള ക്യാമ്പസിൽ എവിടെയെങ്കിലും വിദ്യാർത്ഥികൾക്കെതിരെ ഒരു പ്രാവശ്യമെങ്കിലും അബദ്ധത്തിലേക്ക് പോയാ അന്ന് നിങ്ങൾ തീർന്നു. ഇത് അവസാന വാക്കാം. ജയ് ഹിന്ദ്.